നമസ്കാരം, ഏവർക്കും ശിവോഹത്തിലേക്ക് സ്വാഗതം. നവരാത്രി 7ാം നാൾ കാളരാത്രിയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഓം ദേവി കാളരാത്രി നമ. നവദുർഗ സങ്കല്പത്തിലെ 7ാമത്തെ ഭാവമാണ് കാളരാത്രി. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഓരോ ദിവസവും നവരാത്രി ദിവസങ്ങളിൽ ദേവിയുടെ സങ്കല്പത്തോടൊപ്പം ഓരോ ചക്രമായിട്ട് ക്ലിയർ ചെയ്ത് വരികയാണ്. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് സഹസ്രാര ചക്രത്തിലേക്കാണ്, ക്രൗൺ ചക്രയിലേക്കാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം, ധ്യാനം കൂടി ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ദേവി കാളരാത്രിയെക്കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. നവദുർഗാ സങ്കല്പത്തിലെ 7ാമത്തെ ഭാവമാണ് കാളരാത്രി. ദേവിയുടെ രൂപം വളരെ ഭയാനകമായ രൂപമാണ്. ഇത്രയും ദിവസം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന അതിസുന്ദരിയായ ദേവിയിൽ നിന്ന് മാറി ഉഗ്രരൂപമാണ് കാളരാത്രി. ഉഗ്രമായ രൂപമാണെങ്കിലും വളരെ സുന്ദരി തന്നെയാണ് ദേവി. ഐശ്വര്യത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ദേവതയാണ്. എല്ലാ ഭൂത പ്രേത പിശാചുക്കളെയും എല്ലാ നമ്മുടെ രാത്രി ഭയം പോലും നീക്കുന്ന അത്രയും ഉഗ്രമായ ഉഗ്രരൂപത്തിലുള്ള ശക്തിയാണ് ദേവി. ശുഭങ്കരി എന്നും അറിയപ്പെടുന്നു. ശുഭമായി ഒരുപാട് കാര്യങ്ങൾ നമ്മിലേക്ക് കൊണ്ടുവരുന്നവളാണ് ദേവി. അതുകൊണ്ട് തന്നെ ശുഭങ്കരി എന്ന പേരിൽ അറിയപ്പെടുന്നു. മഹായോഗീശ്വരി, മഹായോഗിനി എന്നൊക്കെ വിളിക്കുന്നു ദേവിയെ. ശനിഗ്രഹത്തെ നിയന്ത്രിക്കുന്നതും കാളരാത്രിയാണ്. ആയതിനാൽ ശനിദോഷം കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് കാളരാത്രിയെ ആരാധിക്കുന്നത് വഴി ഒരുപാട് ദോഷങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നു. അഗ്നിഭയം, ജലഭയം, മൃഗഭയം, ശത്രുഭയം തുടങ്ങിയ എല്ലാത്തരം രാത്രിഭയം തുടങ്ങിയ എല്ലാത്തരം ഭയങ്ങളെയും കാളരാത്രി ഇല്ലാതാക്കുന്നു. കറുപ്പ് നിറമാണ് ദേവിക്ക്. മുടി ചിന്നിച്ചിതറിക്കിടക്കുന്ന ഒരു രൂപമാണ്. ഇത് തടയാനാവാത്ത ശക്തി പ്രവാഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. കഴുത്തിൽ തലയോട്ടിയിൽ കോർത്ത ഒരു മാലയുണ്ട്. പിന്നെ ദേവിയുടെ കയ്യിലും ഒക്കെ അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങൾ, കഴുത്തിലൊക്കെ അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങൾ നമ്മൾ മിന്നലായിട്ടാണ് സങ്കല്പിക്കുന്നത്. കാരണം അത്രയും പവറാണ്, വൈദ്യുത ഊർജമാണിത്. ഈ ഊർജമാണ് സംഹാരശക്തി. ഓക്കെ, ഈ ഒരു മുടി നമ്മൾ പണ്ട് കാലത്തൊക്കെ കേട്ടിട്ടുണ്ടാവും, സ്ത്രീകൾ മുടി അഴിച്ച് നടക്കരുതെന്ന് പഴമക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. ഇത് ഈ ഒരു സങ്കല്പത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു സംഹാര രൂപം അല്ലെങ്കിൽ രൗദ്രഭാവം ഇതിൻ്റെ ഒരു പ്രതിനിധീകരണമായിരിക്കണം ചിലപ്പോൾ പണ്ട് കാലങ്ങളിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്ന് തോന്നുന്നു. കയ്യിലുള്ള വാള് സംഹാരമാണ് കാണിക്കുന്നത്. കഴുതയാണ് ദേവിയുടെ വാഹനം. സപ്തമി ദിനത്തിലാണ് ദേവിയെ ആരാധിക്കുന്നത്. പരബ്രഹ്മമാകുന്ന സർവേശ്വരൻ്റെ ഉപസംഹാര രൂപമാണ്, സംഹാര രൂപമാണ് ഈ കാളരാത്രി എന്നും സങ്കല്പമുണ്ട്. ദേവിക്ക് ഇത്രയും നയനങ്ങളാണ്. രൂപം വളരെ ഭയാനകമാണെന്ന് പറഞ്ഞു. പക്ഷെ വളരെ വാത്സല്യമുള്ള മാതൃസ്വരൂപിണി കൂടിയാണ് അമ്മ. അമ്മയായി കണ്ട് ആരാധിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു സ്നേഹ വാത്സല്യത്തിൽ നമ്മൾ മുഴുകിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് മാതൃസ്വരൂപമായിട്ടും സങ്കല്പിക്കാൻ സാധിക്കും. ഈ ഒരു സങ്കല്പം അല്ലെങ്കിൽ ഒരു രൂപം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ 2 വശങ്ങൾ, ശരിക്കും ഒരു സ്പിരിച്വൽ എനർജിയാണ് കാണിക്കുന്നത്. ജീവിതത്തിൻ്റെ 2 വശങ്ങളെ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും കാണിക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന അപ്പ് ആൻഡ് ഡൗൺ, ഈ 2 വശങ്ങളെയും നമ്മൾ ഒരുപോലെ ആക്സെപ്റ്റ് ചെയ്യണം എന്നൊരു സങ്കല്പം കൂടിയുണ്ട്. കാരണം ദേവിയുടെ സുന്ദരമായ രൂപത്തെ നമ്മൾ ആരാധിക്കുന്നുണ്ട്. ദേവിയുടെ രൗദ്ര ഭയാനകമായ രൂപത്തെ നമ്മൾ ദേവിയായിട്ട് തന്നെ ആരാധിക്കുന്നുണ്ട്. ഇതുപോലെ ഈ കാളരാത്രി എന്ന് പറയുമ്പോൾ ഒരു ഇരുണ്ട വശമാണ് സൂചിപ്പിക്കുന്നത്. ഈ ഇരുണ്ട വശത്തെയും നമ്മൾ ജീവിതത്തിൽ ആക്സെപ്റ്റ് ചെയ്യണം. നമ്മുടെ ആ ഒരു ഷാഡോ സൈഡ്, ഇതിനെ കൂടി നമ്മൾ ഉൾക്കൊള്ളണം അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യണം എന്നൊരു മെസ്സേജ് കൂടി ഇതിൽ നിന്ന് ലഭിക്കുന്നു എന്നെനിക്ക് പറയാനുണ്ട്. സോ ഹീലിങ്ങിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ നമുക്ക് ഈ ഒരു ആരാധന വഴി സാധിക്കും. ഓക്കെ, മോക്ഷത്തിലേക്കുള്ള വഴി അല്ലെങ്കിൽ എല്ലാം ഒരു എൻലൈറ്റ്മെൻറ്റ് അസെൻഷനിലേക്കുള്ളൊരു വഴി ആണ് ശരിക്കും ഈ ഒരു 7ാമത്തെ ദിവസത്തെ ആരാധന. കാളരാത്രി ആരാധിക്കുന്നത് വഴി നമുക്ക് ഹീലിംഗ് ആണ് സംഭവിക്കുന്നത് ശരിക്കും. ഇന്നത്തെ ഒരു ചക്രം എന്ന് പറയുന്നത് ക്രൗൺ ചക്ര അല്ലെങ്കിൽ സഹസ്രാര ചക്രയാണ്. ഇന്ന് ക്ലിയർ ചെയ്യേണ്ടത് സഹസ്രാര ചക്രയാണ് കേട്ടോ. 1000 ഇതളുകളുള്ള താമരപുഷ്പം, വയലറ്റ് നിറത്തിലുള്ള ഒരു താമരപുഷ്പം നമ്മുടെ തലയുടെ നേരെ മുകളിൽ നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യാം, സങ്കല്പിക്കുക. ഓക്കെ,
സഹസ്രാര ചക്ര അല്ലെങ്കിൽ ക്രൗൺ ചക്ര എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് മുന്നോട്ടുള്ള വഴി കാണിക്കുന്ന ഒരു ചക്രയാണ് സഹസ്രാര ചക്ര. ഏഴാമത്തെ ചക്ര, ഏഴാമത്തെ ഊർജ കേന്ദ്രം, പ്രധാനപ്പെട്ട ഊർജ കേന്ദ്രമാണ്. ശരീരത്തിലെ ഏറ്റവും ഉയർന്ന എനർജി പോയിൻ്റാണ് ഈ സഹസ്രാര ചക്ര, ക്രൗൺ ചക്ര എന്ന് പറയുന്നത്. തലയുടെ നേരെ മുകളിലായിട്ട് സങ്കല്പിക്കുക. സഹസ്രാര എന്നാൽ 1000, 1000 ഇതളുകളുള്ള താമരപ്പൂവ്. ഓരോ ദളവും വികാരങ്ങളാണ്. വികാരങ്ങൾ, ചിന്തകൾ, പ്രവർത്തികൾ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ ഓരോ ഇതളുകളും ദളങ്ങളും നമ്മൾ തുറക്കുന്നത് വഴി അല്ലെങ്കിൽ ഈ ഒരു ചക്ര ക്ലിയർ ചെയ്യുന്നത് വഴി ശരീരം, മനസ്സ്, ആത്മാവ് എന്നിവയുടെ പൂർണ്ണ ബാലൻസിങ് ആണ് സാധ്യമാകുന്നത്. ഇതാണ് അൾട്ടിമേറ്റ് സ്പിരിച്വൽ എൻലൈറ്റ്മെൻറ്റ് എസെൻഷ്യൽ എന്നൊരു സങ്കല്പം അല്ലെങ്കിൽ മോക്ഷത്തിലേക്കുള്ള വഴി. കാരണം നമ്മൾ ഓരോ ചക്ര മൂലാധാരം മുതൽ സഹസ്രാരയിലെത്തുമ്പോൾ പൂർണ്ണമായിട്ടും ഒരു വ്യക്തി അൾട്ടിമേറ്റ് യൂണിയൻ, ഇന്നർ യൂണിയൻ അല്ലെങ്കിൽ ഒരു ശിവശക്തി യൂണിയനിലേക്ക് എത്തുന്നു എന്നൊരു സങ്കല്പമാണ്. ഡിവൈൻ യൂണിയനിലേക്ക് എത്തുന്ന ഒരു സങ്കല്പമാണ് സഹസ്രാര ചക്ര ക്ലിയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പരിശുദ്ധി, ആത്മീയത എന്നിവയെക്കുറിച്ച് അല്ലെങ്കിൽ എന്നിവയെ സംബന്ധിക്കുന്ന ഒരു ചക്ര, പ്യുവർ കോൺഷ്യസ്നസ്, ശുദ്ധ ബോധത്തിലേക്ക് നമ്മൾ എത്തുന്ന ആ ഒരു പ്രോസസ്സാണ് സഹസ്രാര ചക്ര ക്ലിയർ ചെയ്യാന്ന് പറയുമ്പോൾ. ഇതാണ് മാതാ കാളരാത്രി ആരാധിക്കുന്നത് വഴി നമുക്ക് ലഭിക്കുന്നത്. ഇനി നമ്മൾ ധ്യാനത്തിലേക്ക് കൂടി കടക്കുകയാണ്. എന്നും പറയുന്നത് പോലെ തന്നെ കംഫർട്ടായിട്ടുള്ളൊരു സ്ഥലം തിരഞ്ഞെടുക്കുക. കുറച്ചു നേരം ബഹളമൊന്നുമില്ലാത്ത ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. നിലത്തോ പായ വിരിച്ചോ നിങ്ങൾക്ക് ഇരിക്കാവുന്നതാണ്. ചമ്രമടഞ്ഞിരിക്കാൻ ശ്രമിക്കുക. ഇനി തീരെ ചമ്രമടഞ്ഞിരിക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് കാലുകൾ കസേരയിലിരുന്ന് കാലുകൾ നിലത്ത് വയ്ക്കാവുന്നതാണ് കേട്ടോ. അതിനൊന്നും കുഴപ്പമില്ല. കണ്ണുകൾ പതിയെ അടയ്ക്കുക. രണ്ട് കൈകളും കൂപ്പി നെഞ്ചിൻ്റെ മധ്യഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ദേവി ദുർഗാദേവിയെ മനസ്സിൽ സ്മരിക്കുക. ദേവിയുടെ അനുഗ്രഹങ്ങൾ വാങ്ങിക്കുക. മുന്നോട്ടുള്ള യാത്രയ്ക്ക്, ഈ ഒരു സ്പിരിച്വൽ പാതയിലേക്ക് ഉള്ള എല്ലാ അനുഗ്രഹങ്ങളും മനസ്സുകൊണ്ട് ദേവിയെ വന്ദിക്കുക. ദേവിയിൽ നിന്ന് എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. ശേഷം കൈ രണ്ടും മലർത്തി മടിയിൽ വയ്ക്കാവുന്നതാണ്. ഇനി പതിയെ നമുക്ക് ബ്രീത്തിങ്ങിലേക്ക് കടക്കാം. ഇൻഹേലിംഗ് ആൻഡ് എക്സൈലിംഗ് ചെയ്യാം. ശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കും, ദീർഘശ്വാസം ഉള്ളിലേക്കും ദീർഘശ്വാസം പുറത്തേക്കും എടുക്കുക. മൂക്കിൽ കൂടി ദീർഘമായി ശ്വസിക്കുക. മൂക്കിൽ കൂടി തന്നെ പതിയെ ശ്വാസം പുറത്ത് വിടുക. ഇങ്ങനെ ഒരു 5 പ്രാവശ്യം സാധാരണ ബ്രീത്തിങ്ങിൽ ഫോക്കസ് ചെയ്യുക. തുടങ്ങാം. ഓരോ ശ്വാസവും ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ദേവിയുടെ അനുഗ്രഹം ഉള്ളിലേക്ക് വരുന്നതായിട്ടും ഉള്ളിലെ തിന്മകൾ ഇല്ലാതാവുന്നതായിട്ടും മനസ്സിൽ സങ്കല്പിക്കുക. ദീർഘശ്വാസം ഉള്ളിലേക്ക്, ദീർഘശ്വാസം പുറത്തേക്ക്. ഇതൊരു 5 തവണ തുടർന്ന് കൊണ്ടുപോകാം കേട്ടോ. സ്ഥിരമായിട്ട് പ്രാണായാമം ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ലെഫ്റ്റ് റൈറ്റ് ബ്രീത്തിങ്, ആൾട്ടർനേറ്റ് ബ്രീത്തിങ് പതിവുള്ളവരായിരിക്കും. നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. ഇനി അത് പതിവില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് സാധാരണ പോലെ മൂക്കിൽ കൂടി ശ്വാസം എടുക്കുക. ഈ ശ്വാസം എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ നട്ടെല്ലിൻ്റെ ഏറ്റവും താഴെ ഭാഗം മൂലാധാരം കോൺസെൻട്രേറ്റ് ചെയ്യുക. അവിടെ നിന്ന് പതിയെ ഒരു ഡിവൈൻ ലൈറ്റ് മുകളിലേക്ക് വരുന്നതായിട്ട് സങ്കല്പിക്കുക. ഈ ഡിവൈൻ ലൈറ്റ് നേരെ സഹസ്രാര ചക്രയിൽ എത്തുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. ഈ ശ്വാസം സഹസ്രാരയിൽ എത്തുന്നതായിട്ട് വിഷ്വലൈസേഷൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ തലയുടെ മേൽഭാഗത്തായിട്ട് 1000 ഇതളുകളുള്ള ഒരു താമരപ്പൂ, വയലറ്റ് നിറത്തിലുള്ള ഒരു താമരപ്പൂ വിഷ്വലൈസേഷൻ ചെയ്ത് ഇത് വിരിയുന്നതായിട്ട്, വിടർന്ന് വരുന്നതായിട്ട് സങ്കല്പിക്കുക. ശേഷം എക്സൈൽ ചെയ്യുന്ന സമയത്ത് ഈ ശ്വാസം നേരെ താഴോട്ട് വരുന്നതായിട്ട് സങ്കല്പിക്കാം. ഓക്കെ, ഇത് കുറച്ചു നേരം തുടർന്നു കൊണ്ട് പോവാം. ഇൻഹേൽ ചെയ്യുന്ന സമയത്ത് താഴെ നിന്ന് മേലോട്ടേക്കൊരു എനർജി വരുന്നതായിട്ടും സഹസ്രാര ചക്ര ഓപ്പൺ ആവുന്നതായിട്ടും വിഷ്വലൈസേഷൻ ചെയ്യാം.
ഇനി ശ്വാസം പുറത്തുവിടുന്ന സമയത്ത് നിങ്ങൾക്ക് ഉള്ളിലുള്ള നെഗറ്റീവ് എനർജീസ് റിലീസ് ചെയ്തിട്ട് പോകുന്നതായിട്ട് സങ്കല്പിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ആ മുകളിലുള്ള താമരപ്പൂവ് നന്നായിട്ട് വിടർന്നതായിട്ട് വിഷ്വലൈസേഷൻ ചെയ്യാം. ഇത് തുടർന്ന് കൊണ്ടുപോകാം കുറച്ചു നേരം. നിങ്ങളുടെ ബോഡി നന്നായിട്ട് ഒരു ഹൈ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുന്നതായിട്ട് വിഷ്വലൈസേഷൻ ചെയ്യാം. ചുറ്റിനും ഒരു പോസിറ്റീവ് ഓറ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നൊരു ഡിവൈൻ ലൈറ്റ് സ്പ്രെഡ് ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക. ഒരു വൈറ്റ് ലൈറ്റ് നിങ്ങളിൽ നിന്നും പുറത്തേക്ക് പോകുന്നതായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ ചുറ്റിനും ഒരു വൈറ്റ് ലൈറ്റ് വന്ന് നിറയുന്നതായിട്ട് സങ്കല്പിക്കുക. നിങ്ങൾ ഇപ്പോൾ പോസിറ്റീവ് എനർജി കൊണ്ട് നിറയുകയാണ്. നിങ്ങളുടെ ചുറ്റിനും ഒരു വൈറ്റ് പ്രകാശം, ഒരു വെള്ള നിറത്തിലുള്ള പ്രകാശം പരക്കുകയാണ്. നിങ്ങളിരിക്കുന്ന മുറിയിൽ ഒരു വെള്ള പ്രകാശം കൊണ്ട് നിറയുകയാണ്. ഈ പ്രകാശം നിങ്ങളിൽ നിന്ന് വരുന്ന പോസിറ്റീവ് എനർജിയാണ്. അത്രയും പോസിറ്റീവായിട്ടുള്ളൊരു സങ്കല്പത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങളുടെ സഹസ്രാര ചക്ര, ക്രൗൺ ചക്ര ആക്ടിവേഷൻ ആവുകയാണ്. പ്യുവർ കോൺഷ്യസ്നസ്, ശുദ്ധ ബോധത്തിലേക്ക് നിങ്ങൾ ഉണരുകയാണ്. പ്രപഞ്ചബോധത്തിലേക്ക് നിങ്ങൾ ഉയരുകയാണ്. വികാര വിചാരങ്ങളെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഇപ്പോൾ നിയന്ത്രിക്കാൻ സാധിക്കുന്നു. ഇത് കുറച്ചു നേരം തുറന്നുകൊണ്ട് പോവാം. ഇനി ഓം ചൊല്ലാട്ടോ. ഓം ചാൻഡ് ചെയ്യാം. മുകളിൽ കൂടി ദീർഘമായി ശ്വാസം എടുക്കാം. ഈ ഓം ചൊല്ലുന്ന സമയത്ത് നിങ്ങൾ എത്ര ദീർഘമായിട്ട് വേണമെങ്കിലും ചൊല്ലാട്ടോ, അത്രയും വൈബ്രേഷൻ ശരീരത്തിലേക്ക് ഉണ്ടാവും. ഇനി കൈകൾ രണ്ടും നെഞ്ചിൻ്റെ മധ്യഭാഗത്തായിട്ട് കൊണ്ടുവരിക. ഒരു വിടർന്ന ഒരു താമരമുട്ടിൻ്റെ രൂപത്തിൽ കൈ കൂപ്പിപ്പിടിക്കുക. ഇങ്ങനെയാണ് നമ്മൾ തൊഴേണ്ടത്. താമരമുട്ടിൻ്റെ രൂപത്തിലാണ് നമ്മൾ കൈകൾ പിടിക്കേണ്ടത്. ഇനി ദേവീധ്യാനം ചൊല്ലാം. കാളരാത്രി അല്ലെങ്കിൽ കാളിയെ മനസ്സിൽ സങ്കല്പിക്കുക. ഓം ദേവി കാളരാത്രി നമ. 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 ഇത് നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. മന്ത്രം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നോക്കി ജപിക്കാവുന്നതാണ്. ധ്യാനം രാവിലെയും വൈകുന്നേരം ചെയ്യുന്നത് വളരെ ഉത്തമമാണ് കേട്ടോ. നവരാത്രി കാലത്ത് മാത്രമല്ല, അല്ലാത്ത സമയത്തും നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ചക്ര ആക്ടിവേഷൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ധ്യാനത്തിന് സഹകരിച്ച എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. താങ്ക് യു.